സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹ്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടരുത്, അല്ലാഹു അല്ലാത്തവർക്ക് മുൻപിൽ സുജൂദ് ചെയ്യരുത്. ജാറങ്ങളിലോ മക്ബറകളിലോ ഉള്ളവർക്ക് നിനക്ക് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല. മനുഷ്യരെ ചിന്തിക്കുക, നിനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആവതുണ്ട്. ഖബറുകളിൽ കിടക്കുന്നവർ, അവർക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ, അവരുടെ കണ്ണുപോലും തുറക്കാൻ വയ്യ. നിനക്ക് കണ്ണുകൾ പൂട്ടി തുറക്കാൻ കഴിയുന്നുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. നിന്നേക്കാൾ കഴിവില്ലാത്തവരോടാണോ നീ പ്രാർത്ഥിക്കുന്നത്? നിന്നേക്കാൾ ശേഷിയില്ലാത്തവരോടാണ് നീ തേടുന്നത്. നിനക്ക് ബുദ്ധിയില്ലേ? അല്ലാഹു പറഞ്ഞില്ല അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ല സഹോദരങ്ങളെ. അല്ലാഹു പറയും, അല്ലാഹുവിന്റെ റസൂൽ പറയുക, ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യാൻ പാടില്ല. വഇൻ ഹുർരിഖ്ത ഔ ഖുത്തിഅത, നിന്റെ ശരീരം ജീവനോടുകൂടി നിന്ന നിൽപ്പിൽ കത്തിക്കപ്പെട്ടാലും, നിന്നെ ഒരാൾ കത്തിക്കുമെന്ന് പറയുകയാണ്, നിന്നെ കത്തിച്ചു കളയുമെടാ, അല്ലാഹു അല്ലാത്തവരോട് വിളിക്കെന്ന് പറഞ്ഞാൽ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ഉള്ളത്. ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഹുർരിഖ്ത ഔ ഖുത്തിഅത, നിന്റെ ശരീരം, അതിലെ ഓരോ അവയവങ്ങളും, വിരലുകൾ, കൈകൾ, കൈപ്പത്തികൾ ഓരോന്നോരോന്നായി കഷ്ണം കഷ്ണമായി മുറിച്ചു നീക്കപ്പെട്ടാലും ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കരുത്. എന്റെ ജനങ്ങളെ, സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ളവരെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അല്ലാഹുവിനെ പേടിക്കുന്നവരെ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവർ സഹായം ചോദിക്കരുത്. റസൂൽ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നിങ്ങളുടെ വിളി കേൾക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും.